നമസ്കാരം. മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് നടന്ന സ്മാക്ക് ഡൗൺ ആരംഭിക്കുന്നത് റോമൻ റെയിൻസും ജിമ്മി ഊസോയും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റോടിലൂടെയാണ്. ഈ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജിമ്മി ഊസോ പറയുന്നത് തനിക്ക് ജെ ഊസോയുമായി സംസാരിക്കാൻ സാധിച്ചു. ജെ ഊസോ പറഞ്ഞത് താനിനി തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റോമൻ അപ്സെറ്റ് ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് ജിമ്മി പറഞ്ഞു ജെ ചെയ്യുന്നതെല്ലാം റോമന് വേണ്ടി താൻ ചെയ്തോളാം എന്നും റോമനോട് ജിമ്മി പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് റോമൻ പറയുന്നത് ഇന്ന് നീ അത് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അവസാനിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഇൻ റിംഗ് സെഗ്മെന്റ് ആണ്. ഇൻ റിംഗ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനായ ബിയാങ്ക ബെലേറിന്റെ ഒരു പ്രൊമോ സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു പ്രൊമോ സെഗ്മെന്റിനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് സെത്ത് റോളിൻസ് കടന്നു വരുന്നു. സെത്ത് റോളിൻസ് സിസാറിയെ പരാജയപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവിടേക്ക് ബെയ്ലിയാണ് കടന്നു വരുന്നത്. കൂടാതെ വൈകാതെ തന്നെ ബെയ്ലിയും ബിയാങ്ക ബെലേറും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് ഇത് നയിക്കുന്നു. പിന്നീട് സിസാറയും കൂടി ആ ഒരു റിംഗിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് ടാഗ് ടീം മത്സരം, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ മിക്സ്ഡ് ടാഗ് ടീം മത്സരമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരത്തിൽ സിസാറോ, ബിയാങ്ക ബെലേർ തുടങ്ങിയവർ സെത്ത് റോളിൻസ്, ബെയ്ലി തുടങ്ങിയവർക്കെതിരെ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സെത്ത് റോളിൻസും ബെയ്ലിയും ബിയാങ്ക ബെലേറിനെയും സിസാറയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിലെ ആദ്യ മത്സരം അവസാനിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കിങ് നാക്കമോറയുടെ ക്രൗൺ ഏറ്റുവാങ്ങുന്ന ഒരു സെഗ്മെൻറ്റാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊന്നും ഈ ഒരു സെഗ്മെൻറ്റിൽ നടന്നില്ല. കിങ് നാക്കമോറ എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. നാക്കമോറ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ തലയിൽ ആ ഒരു ക്രൗണ് വെച്ച് കൊടുക്കുന്ന ആ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. സോണിയ ഡെവിൽ ആൻഡ് ആദം പിയേഴ്സിൻ്റെ അടുത്തേക്ക് സെത്ത് റോളിൻസ് പോയി റോമൻ റെയിൻസിൻ്റെ മണി ഇൻ ദ ബാങ്കിലെ ചലഞ്ചർ താനായിരിക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ സോണിയ ഡെവിലും ആദം പിയേഴ്സും നമുക്കിത് ആലോചിക്കാം എന്നുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏറെ കാലമായി റെസ്ലിംഗ് ആരാധകർ കാത്തിരിക്കുന്ന റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു സൂചന സെത്ത് റോളിൻസ് തന്നെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ സെത്ത് റോളിൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനി നേരിടാനുള്ളത് റോമൻ റെയിൻസിനെയാണ്. അപ്പോൾ റോമൻ റെയിൻസിനെതിരെ തനിക്ക് മത്സരം വേണം എന്നുള്ളത് ആദം പിയേഴ്സ്, അതായത് WWE ഒഫീഷ്യലിനോട് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ ആവശ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരത്തിലേക്ക്, മെൻസ് ലാഡർ മത്സരത്തിലേക്കുള്ള ഒരു ക്വാളിഫയിങ് മത്സരമാണ്. ബിഗി വേഴ്സസ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ അപ്പോളോ ക്രൂസ് തമ്മിലുള്ള ഒരു 1-on-1 മത്സരം. മത്സരത്തിൽ ബിഗി അപ്പോളോ ക്രൂസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ബിഗി ഈ ഒരു ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് സ്മാക്ക് ഡൗണിൽ നിന്നുള്ള ആദ്യ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ്. കൂടാതെ റിക്കഷെ, ജോൺ മോറിസൺ, മാറ്റ് റിഡൽ, ബിഗി, ഇപ്പോൾ 4 പേരാണ് ഇപ്പോൾ മണി ഇൻ ദ ബാങ്ക് മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നമുക്ക് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആണ് കാണാൻ സാധിച്ചത്. സാമി സെയിൻ കെവിൻ ഓവൻസിനെ ഹെൽ ഇൻ എ സെൽ പേപ്പറിൽ പരാജയപ്പെടുത്തിയതിനെ കുറിച്ച് സംസാരിക്കുന്നു. ആ ഒരു ബാക്ക് സ്റ്റേജ് ഇന്റർവ്യൂവർ പിന്നീട് പറയുന്നുണ്ട് സാമി സെയിൻ വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് മണി ഇൻ ദ ബാങ്ക് ക്വാളിഫൈങ് മത്സരമായിരിക്കും എന്നുള്ളതും കൺഫേം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീടും നമുക്ക് കാണാൻ സാധിച്ചത് സാമി സെയിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആണ്. സാമി സെയിൻ ആദം പിയേഴ്സിൻ്റെ അടുത്തേക്ക് പോയി എന്തുകൊണ്ടാണ് കെവിൻ ഓവൻസിനെതിരെ തനിക്ക് മത്സരം, അതും മണി ഇൻ ദ ബാങ്ക് ക്വാളിഫൈങ് മത്സരം നൽകിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദം പിയേഴ്സ് ആ ഒരു മത്സരത്തിന് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ആ ഒരു മത്സരം നടക്കും. അതൊരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈങ് മത്സരമാണെന്നുള്ള ഒരു മാറ്റമാണ് ആദം പിയേഴ്സ് സാമി സെയിനോട് പറയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സോണിയ ഡെവിൽ ആദ്യത്തെ സ്മാക്ക് ഡൗൺ വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരത്തിലേക്കുള്ള ആദ്യ പാർട്ടിസിപ്പൻറ്റിനെ അനൗൺസ് ചെയ്യുന്നു. റോ ബ്രാൻഡിൽ നിന്നുള്ള 4 പേരും ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാർമേലയെയാണ് സോണിയ ഡെവിൽ ആ ഒരു പൊസിഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് ലിവ് മോർഗൻ ആ ഒരു സെഗ്മെൻറ്റ് ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് സോണിയ ഡെവിൽ ലിവ് മോർഗൻ വേഴ്സസ് കാർമേല തമ്മിലുള്ള ഒരു 1-on-1 മത്സരവും കൺഫേം ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ആ ഒരു മത്സരത്തിൽ ലിവ് മോർഗൻ കാർമേലയെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തുടർച്ചയായി 2 ആഴ്ചകളിൽ കാർമേലയെ പിൻ ചെയ്തുകൊണ്ട് ലിവ് മോർഗൻ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു 1-on-1 മത്സരം ജിമ്മി ഊസോ വേഴ്സസ് ഡോൾഫ് സിഗ്ലർ തമ്മിലുള്ള മത്സരമാണ്. മത്സരത്തിൽ ജിമ്മി ഊസോ ഡോൾഫ് സിഗ്ലറെ പിൻ ചെയ്തുകൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം പ്രത്യേകിച്ച് സ്റ്റോറി ലൈൻ
പുതിയതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും ജിമ്മി ഊസോയ്ക്ക് ഒരു ഫേസ് ക്യാരക്ടർ തന്നെയാണ് നിലവിൽ കൊടുക്കുന്നത്. കാരണം ജിമ്മി ഊസോ നേരിടുന്നത് ഡോൾഫ് സിഗ്ലറെയാണ്. ഡോൾഫ് സിഗ്ലർ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടറാണ്. അപ്പോൾ ചെറിയൊരു ഫേസ് ക്യാരക്ടർ എന്നുള്ളൊരു പ്രത്യേകത ഇപ്പോഴും ജിമ്മി ഊസോക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ നിന്ന് മനസ്സിലായി. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു വിക്ടറി സെലിബ്രേഷൻ ആയിരുന്നു. പോൾ ഹേമനും റോമൻ റെയിൻസും റിങ്ങിലേക്ക് കയറി വരുന്നു. ജിമ്മി ഊസോയോട് വരണ്ട എന്നുള്ളത് ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പോൾ ഹേമൻ പറയുന്നു, എല്ലാവരെയും റോമൻ റെയിൻസ് പരാജയപ്പെടുത്തി, ഇനി ഒരാൾ പോലും ബാക്കിയില്ല യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് റോമൻ റെയിൻസിനെ നേരിടാൻ. എന്നിട്ട് മൈക്ക് വാങ്ങി റോമൻ റെയിൻസ് പ്രൊമോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് അവിടേക്ക് എഡ്ജിൻ്റെ ഒരു മാസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. എഡ്ജിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചത് ജൂലൈ മാസത്തിലാണ്. പക്ഷെ നമ്മളെ എല്ലാവരെയും അപ്രതീക്ഷിതമായിട്ടൊരു ഷോക്കിംഗ് നൽകിക്കൊണ്ട് തന്നെയാണ് എഡ്ജിൻ്റെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചത്. എഡ്ജ് തിരിച്ചു വരുന്നത് കണ്ട ഉടനെ റോമൻ റെയിൻസും അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് എഡ്ജിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എഡ്ജ് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നമുക്ക് പിന്നീട് സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റ് സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. ഒരു സമയം റോമൻ റെയിൻസിൻ്റെ ഹെഡ്, അതായത് റോമൻ റെയിൻസിൻ്റെ തല ചെയറിൽ വെച്ച് മറ്റൊരു ചെയർ കൊണ്ട് അടിച്ച് പൊട്ടിക്കുമെന്ന് വിചാരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ജിമ്മി ഊസോയാണ് യഥാർത്ഥത്തിൽ റോമൻ റെയിൻസിനെ സേവ് ചെയ്യുന്നത്. പക്ഷേ ജിമ്മി ഊസോയെ ബാരിക്കേഡിൽ സ്പിയർ ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് വന്ന എഡ്ജ് അപ്പോഴേക്കും റിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന റോമൻ റെയിൻസിനെയും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും റോമൻ റെയിൻസ് വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള ഒരു 1-on-1 യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ തിരികൊളുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സ്മാക്ഡൗൺ അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എഡ്ജിൻ്റെ മാസ് റിട്ടേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? അതുപോലെ തന്നെ സെത്ത് റോളിൻസ് റോമൻ റെയിൻസിനെതിരെ മണി ഇൻ ദ ബാങ്ക് പേപ്പറിലേക്ക് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആവശ്യപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.